വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ പ്രസിഡന്റ് രജീഷ് വെള്ളാട്ട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തമായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിലും നടപടിയിലും പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത്. കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. തുടർന്ന് നഗരസഭാ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെലങ്കാനയിലും ആന്ധ്രയിലും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അവിടെയെല്ലാം കോടികൾ വാരിക്കോരി കൊടുക്കുന്നവരായി കേന്ദ്ര ഭരണകൂടം മാറുകയും കേരളത്തോട് മാത്രം വിവേചനത്തോടെ പെരുമാറുന്നവരായി രാജ്യത്തെ സർക്കാർ മാറുകയാണ്. വലിയ പ്രതിഷേധം സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും കേരളത്തെ വേട്ടയാടാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും കടുത്ത പ്രതിഷേധം വരുന്ന ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ നാടിന് അവകാശപ്പെട്ട മുണ്ടക്കയിലും ചൂരന്മലയിലും ജീവൻ നഷ്ടപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇപ്പോഴും ജീവിതത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരാൻ വേണ്ടി കഴിയാത്ത നൂറുകണക്കിന് മനുഷ്യരുടെ ഏറ്റവും ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളെ മറികടക്കാൻ കേന്ദ്രത്തിന്റെ സഹായം അടിയന്തരമായി ലഭ്യമാക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര നയത്തിനെതിരായ സമരം നാം സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശിവപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിപിൻ മല്ലത്ത്, ഹരിത നാലപ്പാടം, ശിവൻ ചൂരിക്കോട് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.